നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രഖ്യാപനം ഒന്നും തന്നെ നടത്തിയില്ല എന്ന് പറഞ്ഞ് CPM-ലെ സഖാക്കന്മാരും അതോടൊപ്പം തന്നെ ചില മാധ്യമ ചാനലുകളും കടന്ന് കരയുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു 10 ദിവസത്തിനകം ദില്ലിയിൽ നിന്നും ഒരു വമ്പൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അത് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ ഈ ശ്രീധരനും, അതായത് നമ്മുടെ മെട്രോമാൻ ഈ ശ്രീധരനും. അതിനുള്ള നീക്കങ്ങൾ ദില്ലിയിൽ ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. അതായത് കേരളം കാത്തിരിക്കുന്ന ഒരു പദ്ധതിക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കാൻ പോകുന്നത്. അതിവേഗ റെയിലിന്റെ DPR തയ്യാറാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിൽ നിന്ന് വാക്കാലുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ ശ്രീധരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മെട്രോമാൻ ഈ ശ്രീധരൻ തയ്യാറാക്കിയ പുതിയ പദ്ധതി പ്രകാരം ഭീമമായ തുക വായ്പ എടുക്കാതെ തന്നെ കേരളത്തിന് ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. 85,000 കോടി രൂപ മുതൽ 1,00,000 കോടി രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ പകുതിയിലധികവും തുകയും റെയിൽവേ നേരിട്ടാണ് വഹിക്കാൻ പോകുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നേരത്തെ നിശ്ചയിച്ചിരുന്ന 350 കിലോമീറ്റർ വേഗതയിൽ നിന്ന് മാറി ഇപ്പോൾ 200 കിലോമീറ്റർ ആണ് പരമാവധി വേഗമായി നിശ്ചയിച്ചിട്ടുള്ളത്. സ്റ്റേഷനുകൾ തമ്മിലുള്ള ദൂരത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. 20 മുതൽ 25 കിലോമീറ്റർ പരിധിയിൽ സ്റ്റേഷനുകൾ വരും. ആകെ 22 സ്റ്റേഷനുകളാണ് ഉണ്ടാകുക. തുടക്കത്തിൽ 8 കോച്ചുകളുള്ള ട്രെയിനിൽ 500 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ സാധിക്കും. 70% എലിവേറ്റഡ് പാതയും 20% തുരങ്കപാതയും ആയിരിക്കും. വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചാണ് പാത കടന്നു പോകുന്നത്. തുടക്കത്തിൽ 8 കോച്ചുകൾ ഉണ്ടാകും. 560 പേർക്ക് യാത്ര ചെയ്യാം. പിന്നീട് യാത്രക്കാരുടെ എണ്ണം നോക്കി കോച്ചുകളുടെ എണ്ണം വർദ്ധിക്കും. 88,000 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ഇത് 1,00,000 കോടി രൂപയായി നീളാം. പദ്ധതി ചെലവിന്റെ 51% റെയിൽവേ വഹിക്കും. 60,000 കോടി രൂപ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഹിക്കണം. 5 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാകും. കിലോമീറ്ററിന് 200 കോടി എന്ന നിലയ്ക്കാണ് കണക്കാക്കുന്നത്. അപകടം കുറയും, യാത്രാ ചെലവും കുറയും എന്നാണ് അതിവേഗ റെയിലിന്റെ പ്രത്യേകത. ഇപ്പോഴുള്ള പാതയുമായി കണക്ഷൻ ഉണ്ടാകില്ല. സ്റ്റാൻഡേർഡ് ഗേജിൽ ആയിരിക്കും നിർമ്മാണം നടക്കാൻ പോകുന്നത്. ഗുഡ്സ് ട്രെയിനുകൾക്ക് സർവീസ് ഉണ്ടാകില്ല. 70% എലിവേറ്റഡ് പാതയും 20% തുരങ്കപാതയും ആയിരിക്കുമെന്ന് വീണ്ടും എടുത്തു പറയുകയാണ്. വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ച് കടന്നു പോകുമെന്നത് നിർണായകമായ ഒരു കാര്യമാണ്. പദ്ധതിക്കെതിരെ ഒരു സമരവും പാടില്ല. അതിനാൽ ആവശ്യത്തിന് മാത്രമായിരിക്കും സ്ഥലം ഏറ്റെടുപ്പ്. തൂണുകളുടെ പണി കഴിഞ്ഞാൽ ഭൂമി തിരികെ നൽകും. വീട് കെട്ടാൻ പാടില്ല. അതേസമയം കൃഷിക്ക് ഉപയോഗിക്കാം. സംസ്ഥാന സർക്കാരുമായി ചർച്ച ചെയ്തിട്ടില്ലെന്നും 15 ദിവസത്തിനകം റെയിൽവേ ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം നടത്തുമെന്നും ഈ ശ്രീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള സർക്കാർ സമർപ്പിച്ച വിവാദ സിൽവർ ലൈൻ പദ്ധതി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം തള്ളിയ ശേഷം മെട്രോമാൻ ഈ ശ്രീധരൻ സമർപ്പിച്ച ബദൽ പദ്ധതി നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. സിൽവർ ലൈൻ നടപ്പിലാക്കി കോടികൾ മറിക്കാനുള്ള ശ്രമങ്ങൾ അവതാളത്തിലായതോടെയാണ് പിണറായി വിജയൻ സർക്കാർ നിരാശരായത്. ശ്രീധരൻ സമർപ്പിച്ച പദ്ധതികളിൽ കൂടുതൽ ചർച്ചകൾ നടത്തി സംസ്ഥാന സർക്കാരിന്റെ സഹകരണം ഉറപ്പാക്കി അതിവേഗ റെയിൽ നടപ്പാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മുൻകൈ എടുക്കുമെന്നാണ് ഏറ്റവും പുതിയ സൂചന. ഈ ശ്രീധരനുമായി ചർച്ചകൾക്ക് ശേഷം സംസ്ഥാന സർക്കാരുമായി ധാരണയുണ്ടാക്കി പദ്ധതി നടപ്പാക്കുമെന്നാണ് അറിയുന്നത്. സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്താത്തത് കൊണ്ടാണ് പ്രഖ്യാപനം വൈകുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതായത് സിൽവർ ലൈൻ കൊണ്ടുവന്നതുപോലെ ഭീമമായ ഒരു തുകയൊന്നും, അതായത് പിണറായി സർക്കാർ കൊണ്ടുവന്ന കേരള പദ്ധതിയിൽ വലിയ രീതിയിലുള്ള ഒരു തുക ആവശ്യമാണ്. ഒരുപാട് വസ്തുക്കൾ എടുക്കേണ്ടി വരും. വീടുകളെല്ലാം ഇടിച്ചു നിരത്തേണ്ടി വരും. പക്ഷെ മെട്രോമാൻ ഈ ശ്രീധരൻ കൊണ്ടുവന്ന ഈ പദ്ധതി എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടവും ഉണ്ടാകില്ല. കുറച്ച് വസ്തുക്കൾ മാത്രം എടുക്കും. അത് അതിവേഗ റെയിൽ കൊണ്ടുവന്നതിന് ശേഷം ബാക്കി മിച്ചം വരുന്നത് അത് ആ ഉടമസ്ഥർക്ക് തന്നെ തിരിച്ചു നൽകുമെന്ന ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്.